Good morning. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്ക് തിയോഡലൈറ്റ് സർവേയിങ്. തിയോഡലൈറ്റ് എന്താണ്? തിയോഡലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എൻ ഇൻസ്ട്രുമെൻറ്റ്, സർവേയിങ് ഇൻസ്ട്രുമെൻറ്റ് വിച്ച് ഈസ് യൂസ്ഡ് ഫോർ മെഷറിങ് ആംഗിൾസ്. ഓക്കെ, ബോത്ത് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ആംഗിൾസ്. നമ്മൾ ഇതിനു മുമ്പ് ഒരു ആംഗിൾ മെഷറിങ് ഇൻസ്ട്രുമെൻറ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏതാത്? കോമ്പസ് സർവേയിങ് ഓർ മാഗ്നറ്റിക് കോമ്പസ് അല്ലേ? പക്ഷെ മാഗ്നറ്റിക് കോമ്പസ് വെച്ചിട്ട് നമുക്ക് ഹൊറിസോണ്ടൽ ആംഗിൾ മാത്രമേ മെഷർ ചെയ്യാൻ പറ്റൂ. ഇതാണ് അതിൻ്റെ ഒരു ഡ്രോബാക്ക്. അപ്പോൾ ഇതാണ് തിയോഡലൈറ്റ്. തിയോഡലൈറ്റിൻ്റെ ഫിഗർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളതിനെ കുറച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതിൻ്റെ ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ട്. So far we have been discussing about measuring horizontal angles by using compass with respect to the meridian, which is less accurate, and also it is not possible to measure vertical angles with a compass. ഓക്കെ, നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് കോമ്പസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ കോമ്പസിൽ നമ്മൾ ആംഗിൾ മെഷർ ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മളൊരു റെഫറൻസിൽ നിന്നാണ് ആംഗിൾ മെഷർ ചെയ്യുന്നത്. റെഫറൻസ് നോർത്ത് ഡയറക്ഷൻ സെറ്റ് ചെയ്തിട്ട് ആ റെഫറൻസിൽ നിന്നാണ് നമ്മൾ ആംഗിൾസ് മെഷർ ചെയ്യുന്നത് അല്ലേ? ബിയറിംഗ് എന്ന് പറയും. ആംഗിൾ മെഷർഡ് ഫ്രം ദ റെഫറൻസ് ലൈൻ ഇസ് നോൺ ആസ് ബിയറിംഗ് അല്ലേ? അപ്പോൾ അതാണ് കോമ്പസിൽ. പിന്നെ അതുപോലെ കോമ്പസിൽ എന്താണ്, നമുക്ക് വെർട്ടിക്കൽ ആംഗിൾ മെഷർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഡ്രോബാക്സ് എല്ലാം നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് തിയോഡലൈറ്റ് എന്ന് പറഞ്ഞ ഇൻസ്ട്രുമെൻറ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ when the objects are at a considerable distance or situated at a considerable elevation or depression, it becomes necessary to measure horizontal and vertical angles more precisely. ഓക്കെ, അതായത് നമുക്ക് എടുക്കേണ്ട റീഡിങ്സ്, നമ്മളെ ഒബ്ജക്ട്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഒരുപാട് ദൂരമാണെങ്കിൽ, അതുപോലെ ഒരുപാട് ഇൻക്ലിനേഷനിൽ അല്ലെങ്കിൽ ഡിപ്രഷനിലാണെങ്കിൽ നമുക്കവിടെ വെർട്ടിക്കൽ ആംഗിളെല്ലാം കാണേണ്ട ആവശ്യം വരും. അങ്ങനെയുള്ള കേസിൽ നമുക്ക് കോമ്പസിൽ വെച്ച് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതുപോലെ കോമ്പസിനേക്കാളും കുറച്ചും കൂടെ അക്യുറേറ്റ് ആണ് തിയോഡലൈറ്റ്. ഈ കാരണങ്ങൾ കൊണ്ട് നമുക്ക് തിയോഡലൈറ്റ് യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ തിയോഡലൈറ്റ് സർവേ എന്ന് വെച്ചാൽ ദ സിസ്റ്റം ഓഫ് സർവേയിങ് ഇൻ വിച്ച് ദ ആംഗിൾസ് ആർ മെഷേർഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ തിയോഡലൈറ്റ്. ഇറ്റ് ഈസ് നോൺ ആസ് തിയോഡലൈറ്റ് സർവേ. അപ്പോൾ തിയോഡലൈറ്റിൻ്റെ മെയിൻ ആയിട്ടുള്ള യൂസസ്, ഇതിൻ്റെ മെയിൻ ഡയറക്റ്റ് യൂസ് എന്ന് പറഞ്ഞാൽ ഈസ് ടു മെഷർ ആംഗിൾസ്. ഡയറക്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അതിൽ ആംഗിൾ മെഷർ ചെയ്യാൻ പറ്റും, ഹൊറിസോണ്ടൽ ആംഗിളും വെർട്ടിക്കൽ ആംഗിളും. അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് വെച്ചിട്ട് നമുക്ക് മറ്റു കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. വെർട്ടിക്കൽ ഹൈറ്റ്, അതുപോലെ റേഞ്ചിങ് കർവ്സ്, അതുപോലെ സ്ലോപ്പ് സെറ്റ് ചെയ്യാൻ വേണ്ടി, സ്ലോപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ലൊക്കേറ്റിംഗ് പോയിൻറ്റ്സ് ഓൺ എ ലൈൻ, പ്രൊലോങ്ങിങ് സർവേ ലൈൻസ്, ഫൈൻഡിങ് ഡിഫറൻസ് ഓഫ് ലെവൽ, സെറ്റിംഗ് ഔട്ട് ഗ്രേഡ്സ് എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, റേഞ്ചിങ് കർവ്സ്, നമ്മൾ കർവ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് സർവേയിൽ കർവ് സെറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് സംഭവമുണ്ട്. അതായത് കർവ് ഉണ്ടാക്കുന്നത്, ഒരു പർട്ടിക്കുലർ റേഡിയസിൽ ഒരു കർവ് ഗ്രൗണ്ടിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിനെല്ലാം വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? നമുക്ക് തിയോഡലൈറ്റ് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതൊരു തിയോഡലൈറ്റിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ ഫിഗറാണ്. ക്രോസ് സെക്ഷനിൽ അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ഷേപ്പ് നമുക്ക് ഇതിന് മനസ്സിലാകാൻ പറ്റില്ല. പക്ഷേ ഇതിൻ്റെ പാർട്സ് എല്ലാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫിഗർ. ഇതൊരു ട്രാൻസിറ്റ് വെർനിയർ തിയോഡലൈറ്റ് ആണ്. ട്രാൻസിറ്റ് വെർനിയർ തിയോഡലൈറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. അത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് തിയോഡലൈറ്റിൽ നമുക്ക് പറയാനുണ്ട്. മോസ്റ്റ് കോമൺലി യൂസ്ഡ് തിയോഡലൈറ്റ് ആണ് ട്രാൻസിറ്റ് വെർനിയർ തിയോഡലൈറ്റ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പാർട്സ് നോക്കാം. ഇപ്പോൾ ഇതിലെന്തെല്ലാം ഉണ്ട്? വേറൊരു ഫിഗർ ആദ്യം നോക്കാം, എന്നിട്ട് നമുക്ക് ഇതിലേക്ക് വരാം. അപ്പോൾ ഇതാണൊരു തിയോഡലൈറ്റ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾക്കൊരു ടെലിസ്കോപ്പ് കാണുന്നുണ്ട് ടെലിസ്കോപ്പ് കാണുന്നുണ്ട്. പിന്നെ ഒരു സർക്കിൾ കാണുന്നുണ്ട് അല്ലേ? ഒരു സർക്കിൾ കാണുന്നുണ്ട്. അതിനെ വെർട്ടിക്കൽ സർക്കിൾ എന്നാണ് പറയുന്നത്. വെർട്ടിക്കൽ സർക്കിളിലാണ് നമുക്ക് വെർട്ടിക്കൽ ആംഗിൾസ് കിട്ടുന്നത്. ഈ സർക്കിളിനകത്ത് ഗ്രാജുവേഷൻസ് ഉണ്ട്. ഓക്കെ, ആംഗിളിൻ്റെ ഇത്ര ആംഗിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രാജുവേഷൻസ് ഉണ്ട്. ഇൻ ഡിഗ്രീസ്,
മിനിറ്റ്സ് ആൻഡ് സെക്കൻഡ്സ്. ഓക്കെ, ഗ്രാജുവേഷൻസ് ഉണ്ട്. പിന്നെ അതുപോലെ പിന്നെന്താണെന്നുള്ളത്, പിന്നെ ഒരു എ ഷേപ്പിലൊരു ഫ്രെയിം ഉണ്ട്. നമ്മുടെ ടെലിസ്കോപ്പ് ഒരു എ ഷേപ്പിലൊരു ഫ്രെയിമിലാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനെ എ ഫ്രെയിം എന്ന് പറയും. അതിന് താഴെയായിട്ട് ഒരു പ്ലേറ്റ്, ഒരു സർക്കുലർ ഷേപ്പിലൊരു പ്ലേറ്റ് കാണുന്നുണ്ട് ബേസിൽ, ഈ എ ഫ്രെയിമിൻ്റെ താഴെയായിട്ട്. അതിന് നമ്മൾ അപ്പർ പ്ലേറ്റ് എന്ന് പറയും, അപ്പർ സർക്കുലർ പ്ലേറ്റ്. അതിന് താഴെയായിട്ട് ഒരു വൈറ്റ് കളറിലൊരു പ്ലേറ്റ് കാണുന്നുണ്ട്, തിക്നെസ് കുറഞ്ഞ, അതിന് ലോവർ സർക്കുലർ പ്ലേറ്റ് എന്ന് പറയും. അതിനും താഴേക്ക് ഒരു ലെവലിംഗ് സ്ക്രൂസ് കാണും. ലെവൽ സ്ക്രൂസ്, അതായത് നമ്മൾ ലെവലിൽ കണ്ട പോലെ സ്ക്രൂസ്, ലെവലിംഗ് സ്ക്രൂസ്. ആ സ്ക്രൂ 3 സ്ക്രൂ ഉണ്ടാവും. ആ 3 സ്ക്രൂ നമ്മൾ റൊട്ടേറ്റ് ചെയ്തിട്ട് ഏതർ ഇൻവേർഡ്സ് ഓർ ഔട്ട്വേർഡ്സ് ലെവൽ ട്യൂബ് ഇതിന് പാരലാക്കി വെച്ചിട്ട്, രണ്ട് ലെവലിംഗ് സ്ക്രൂസിനെ പാരലാക്കി ലെവൽ ട്യൂബ് വെച്ചിട്ട് എന്ത് ചെയ്യണം, രണ്ട് ലെവലിംഗ് സ്ക്രൂസ് ഏതർ ഇൻവേർഡ്സ് ഓർ ഔട്ട്വേർഡ്സ് തിരിക്കാം. എന്നിട്ട് ബബിൾ സെൻറ്ററിലേക്ക് വരുത്താം. അതുപോലെ നെക്സ്റ്റ് അറേഞ്ച്മെൻ്റ് ആയിട്ട് പ്ലേസ് ദ ബബിൾ ട്യൂബ് പെർപെൻഡിക്കുലർ, മുമ്പ് പഠിച്ചിട്ടുണ്ട്, ടു പെർപെൻഡിക്കുലർ ടു the two bubble tubes. എന്നിട്ട് rotate the other leveling screw such that the level bubble ട്യൂബിൽ ബബിൾ സെൻറ്ററിലേക്ക് വരുന്ന രീതിയിൽ. അപ്പോൾ ഇങ്ങനെ രണ്ട് സെറ്റപ്പിലും നമ്മൾ ബബിൾ സെൻറ്ററിലേക്ക് വരുത്തിയാൽ നമ്മൾ ഇൻസ്ട്രുമെൻ്റ് എക്സാക്ട് ലെവലായി എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ അതാണ് ലെവലിംഗ് ഹെഡ്. ഇതിന് മൊത്തത്തിൽ നമ്മൾ ലെവലിംഗ് ഹെഡ് എന്നാണ് പറയുക. ലെവൽ സ്ക്രൂ, അതുപോലെ അതിൻ്റെ മുകളിലുണ്ടാകുന്ന പ്ലേറ്റ്, താഴെ ട്രൈപോഡിലേക്ക് ഫിറ്റ് ചെയ്യുന്ന സംഭവം, മൊത്തത്തിൽ നമ്മൾ എന്ത് പറയും, ലെവൽ ഹെഡ് എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ ഈ അപ്പർ പ്ലേറ്റിലാണ് നമ്മൾ എന്ത് ചെയ്യണം, ഹൊറിസോണ്ടൽ ആംഗിൾ മെഷർ ചെയ്യുന്നത്. ഹൊറിസോണ്ടൽ ആംഗിൾ നമുക്ക് കിട്ടുന്നത് ഈ അപ്പർ പ്ലേറ്റിലെ ഈ ഒരു സ്ലിറ്റ് ആണ് നമുക്ക് നോക്കാൻ പറ്റുന്നത്. ഇതിലൊരു ചെറിയൊരു ഒരു ലെൻസെല്ലാം ഉണ്ട്. ആ ലെൻസിലെ കൂടെ ഈ ഗ്യാപ്പിലേക്ക് നോക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഹൊറിസോണ്ടൽ ആംഗിൾ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിനുള്ള ഗ്രാജുവേഷൻസ് കൊടുത്തിരിക്കുന്നത് ഈ വെള്ള കളറിലെ, വൈറ്റ് കളറിലെ പ്ലേറ്റിലാണ്. ഈ അപ്പർ പ്ലേറ്റിന് താഴെ ലോവർ പ്ലേറ്റ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, വൈറ്റ് കളറിലുള്ളത് ലോവർ പ്ലേറ്റ് ആണ്. അപ്പോൾ ഈ ലോവർ പ്ലേറ്റിലാണ് ഹൊറിസോണ്ടൽ ആംഗിൾസിൻ്റെ ഗ്രാജുവേഷൻസ് കൊടുത്തിരിക്കുന്നത്. ഡിഗ്രീസ്, മിനിറ്റ്സ്, സെക്കൻഡ്സിൽ ഗ്രാജുവേഷൻസ് കൊടുത്തിരിക്കുന്നത് ലോവർ പ്ലേറ്റിലാണ്. അപ്പോൾ ആ ലോവർ പ്ലേറ്റിലെ റീഡിങ്സ് നമുക്ക് കിട്ടുന്നത്, നമുക്ക് കാണാൻ പറ്റുന്നത് ഈ അപ്പർ പ്ലേറ്റിലെ ഈ ഹോളിലെ കൂടെയാണ്, ഐ സ്ലിറ്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ്. പിന്നെ ഇതിൽ കുറേ സ്ക്രൂസ് എല്ലാം ഉണ്ടാവും. ആ സ്ക്രൂ എല്ലാം നമുക്ക് ഡിഫറെൻറ്റ് സെറ്റപ്പിന് വേണ്ടിയിട്ട്, ഇൻസ്ട്രുമെൻറ്റിൻ്റെ മൂവ്മെൻറ്റ്സിന് വേണ്ടിയിട്ട്. ഓക്കെ, നമുക്ക് ആംഗിൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് മൂവ്മെൻറ്റ്സ് ചെയ്യേണ്ടി വരും, ഇൻസ്ട്രുമെൻറ്റ് റൊട്ടേറ്റ് ചെയ്യേണ്ടി വരും, റിവോൾവ് ചെയ്യേണ്ടി വരും, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അതെല്ലാം ചെയ്യാൻ വേണ്ടി ഒരുപാട് സ്ക്രൂസ് ഉണ്ടാവും. ഓക്കെ, അപ്പർ പ്ലേറ്റും ലോവർ പ്ലേറ്റും, ഇപ്പോൾ ഞാനിവിടെ കാണിച്ചിരിക്കുന്നത് അപ്പർ പ്ലേറ്റും ലോവർ പ്ലേറ്റും തമ്മിൽ കണക്ട് ചെയ്യുന്നൊരു സ്ക്രൂ ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് തിയോഡലൈറ്റ്. അപ്പോൾ ഈ ക്രോസ് സെക്ഷനിൽ നിങ്ങൾ നമ്മൾ ഈ ഫിഗറിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇത് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ഇതിൽ ടെലിസ്കോപ്പ്. ഇതാണ് വെർട്ടിക്കൽ സർക്കിളിൻ്റെ ക്രോസ് സെക്ഷൻ. നമ്മൾ വെർട്ടിക്കൽ ആംഗിൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വെർട്ടിക്കൽ സർക്കിൾ ഏതാ, ആ ഒരു ലൈൻ കാണുന്നുണ്ടല്ലോ അത്. ഓക്കെ, അതുപോലെ പ്ലേറ്റ്സ് എല്ലാം കാണിച്ചിട്ടുണ്ട്, നിങ്ങൾ നോക്കിയത്. പിന്നെ അതിനുശേഷം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആക്സിസ് ലെവലിൽ പറഞ്ഞിട്ടുണ്ട്, ഡിഫറെൻറ്റ് ആക്സിസ്. ഇപ്പം ഇതാണ് നമ്മുടെ ടെലിസ്കോപ്പ്. ആ ടെലിസ്കോപ്പിൻ്റെ നമ്മൾ നോക്കുന്ന സൈഡിലെ ലെൻസിനെ ഐ പീസ് എന്നും, അതർ സൈഡിലുള്ള അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ലെൻസിനെ ഒബ്ജക്റ്റീവ് ലെൻസ് എന്നാണ് പറയുന്നത്. ഇതിൻ്റെ രണ്ടിൻ്റെയും സെൻറ്ററിലൂടെ ഒരു ലൈൻ പാസ് ചെയ്താൽ നമ്മൾ അതിനെ ലൈൻ ഓഫ് സൈറ്റ് എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് നോൺ ആസ് ലൈൻ ഓഫ് സൈറ്റ് ഓർ ലൈൻ ഓഫ് കോളിമേഷൻ. ഓക്കെ, അല്ലെങ്കിൽ സൈറ്റ് ആക്സിസ് എന്നും പറയും. ഇറ്റ്സ് എൻ ഇമാജിനറി ലൈൻ പാസിംഗ് ത്രൂ ദ സെൻറ്റർ ഓഫ് ഐ പീസ് ആൻഡ് ദ സെൻറ്റർ ഓഫ് ഒബ്ജക്റ്റീവ് ലെൻസ്. ഓക്കെ, പിന്നെ അതിന് പെർപെൻഡിക്കുലറായി വരുന്ന
ലൈനെയാണ് വെർട്ടിക്കൽ ആക്സിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻസ്ട്രുമെൻറ്റിൻ്റെ വെർട്ടിക്കൽ ആക്സിസ്. പിന്നെ ലൈൻ ഓഫ് കോളിമേഷന് പെർപെൻഡിക്കുലർ ആയിട്ട് സെയിം പ്ലെയിനിൽ, ആ ആക്സിസിൻ്റെ സെയിം പ്ലെയിനിൽ വരുന്ന ആക്സിസ് ലൈനിനെ ഹൊറിസോണ്ടൽ ആക്സിസ് എന്ന് പറയും. ഓക്കെ, ലൈൻ ഓഫ് സൈറ്റിന് പെർപെൻഡിക്കുലർ ആയിട്ട് തന്നെ, പക്ഷേ ഇൻ ദ സെയിം പ്ലെയിൻ, അത് നമ്മൾ എന്ത് പറയും? ഹൊറിസോണ്ടൽ ആക്സിസ് എന്ന് പറയും, ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഹൊറിസോണ്ടൽ ആക്സിസ്. അപ്പോൾ ഇതിലൊരു വെർട്ടിക്കൽ സർക്കിൾ ഉണ്ട്. വെർട്ടിക്കൽ സർക്കിളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വെർട്ടിക്കൽ ആംഗിൾസ് മെഷർ ചെയ്യുന്നത്. അതുപോലെ താഴെയായിട്ട് ലോവർ പ്ലേറ്റിൽ ഒരു ഹൊറിസോണ്ടൽ സർക്കിൾ ഉണ്ട്. പ്രൊജക്ഷൻസ് റീഡിങ്സ് ഉള്ള ഒരു ഹൊറിസോണ്ടൽ സർക്കിൾ ഉണ്ട്. അതിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഹൊറിസോണ്ടൽ ആംഗിൾസ് മെഷർ ചെയ്യുന്നത്. ഓക്കെ, ഗ്രാജുവേഷൻസ് കാണുന്നുണ്ടല്ലോ അങ്ങനെ. അപ്പോൾ ഈ ഗ്രാജുവേഷൻസ് കൊടുത്തിരിക്കും. നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് വെർനിയർ ടൈപ്പ് തിയോഡലൈറ്റ് ആണ്. ആ വെർനിയർ ടൈപ്പ് തിയോഡലൈറ്റിൽ ഗ്രാജുവേഷൻസ് ആർ ഇൻ വെർനിയർ സ്കെയിൽ. അപ്പോൾ ഒരു വെർനിയർ സ്കെയിൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും. നിങ്ങൾ വെർനിയർ കാലിപ്പറെല്ലാം യൂസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നമ്മൾ റീഡിങ്സ് എടുക്കുന്നത് പോലെ തന്നെയാണ് നമ്മളൊരു തിയോഡലൈറ്റിൽ റീഡിങ്സ് എടുക്കേണ്ടത്. പക്ഷേ ഇതിൽ റീഡിങ്സ് ഉള്ളത് ആംഗിൾ ഫോമിലാണ്, അതായത് ഡിഗ്രീസ്, മിനിറ്റ്സ്, സെക്കൻഡ്സ്, ഈ ഒരു ഫോമിലാണ് റീഡിങ്സ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഒരു വെർനിയർ സ്കെയിലിൽ മെയിൻ സ്കെയിൽ റീഡിംഗ് ഉണ്ടാവും, അതുപോലെ അതിൻ്റെ ഉള്ളിലേക്കായിട്ട് വെർനിയർ സ്കെയിൽ റീഡിങ്സ് ഉണ്ടാവും. ഓക്കെ, രണ്ടും കാണുന്നുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് എടുക്കേണ്ടത്? ഫസ്റ്റ് നമ്മൾ മെയിൻ സ്കെയിൽ റീഡിംഗ് കണ്ടുപിടിക്കും. ആൻഡ് ഇറ്റ് ഈസ് ആഡഡ് ടു വെർനിയർ സ്കെയിൽ റീഡിംഗ്. അപ്പോൾ നമുക്ക് നല്ല എക്യുറേറ്റ് ആയിട്ടുള്ളൊരു ആംഗിൾ മെഷർമെൻറ്റ് കിട്ടും. ഓക്കെ, നമുക്ക് ഇതിൽ നിന്ന് മെയിൻ സ്കെയിൽ റീഡിംഗിൽ നിന്ന് കിട്ടുന്നത് ഡിഗ്രീസിലും മിനിറ്റ്സിലും ആയിരിക്കും. ഡിഗ്രിയിലും മിനിറ്റിലും നമുക്കൊരു വാല്യൂ കിട്ടും. അതിന് നമ്മൾ വെർനിയർ സ്കെയിലിൽ വെച്ച് കിട്ടുന്ന മിനിറ്റും സെക്കൻഡും ഇതുമായിട്ട് ആഡ് ചെയ്യും. അപ്പോൾ ഇതൊരു 10 ഡിഗ്രി 5 മിനിറ്റ്സ് എന്ന് കിട്ടി. ഇറ്റ് ഈസ് ആഡഡ് ടു 5 മിനിറ്റ് 10 ഡിഗ്രി 5 മിനിറ്റ്സ് എന്ന് 10 ഡിഗ്രി 20 മിനിറ്റ്സ് കിട്ടി. ആൻഡ് ഇറ്റ് ഈസ് ആഡഡ് ടു, നമുക്ക് വെർനിയർ സ്കെയിലിൽ കിട്ടുന്നത് 20 മിനിറ്റ്സ് 20 സെക്കൻഡ്സ് എന്നായിരിക്കും. അപ്പോൾ ഇത് ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 10 ഡിഗ്രി 40 മിനിറ്റ്സ് 20 സെക്കൻഡ്സ് എന്ന് കിട്ടും. അപ്പോൾ അങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. ഓക്കെ, ഇതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ മെയിൻ സ്കെയിലിൽ നമുക്ക് റീഡിങ്സ് കാണുന്നുണ്ട്. എന്താണ് വലുതായി കൊടുത്തിരിക്കുന്നത്? ഡിഗ്രീസ്, 10 ഡിഗ്രീസ് റീഡിങ്സ് കൊടുത്തിട്ടുണ്ട്. റീഡിങ്സ് ആർ മാർക്ക്ഡ് ഇൻ മെയിൻ സ്കെയിൽ. ദ റീഡിങ്സ് ആർ മാർക്ക്ഡ് ഇൻ ഡിഗ്രീസ് ആൻഡ് 20 മിനിറ്റ്സ്. അതായത് ഈ വലുത് കാണുന്നതെല്ലാം ഡിഗ്രീസ് ആണ്. 10 ഡിഗ്രീസ്, 11 ഡിഗ്രീസ്, 12 ഡിഗ്രീസ്, 13 ഡിഗ്രീസ്, 14 ഡിഗ്രീസ്, 15 ഡിഗ്രീസ്, പിന്നെ 20 ഡിഗ്രി, 25 എല്ലാം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ ഒരു ഡിഗ്രിക്കകത്ത് 2 ചെറിയ ലൈൻസ് ഉണ്ട് അല്ലേ? അതായത് ഒരു ഡിഗ്രി ഡിഫറൻസിൽ 3 ഡിവിഷൻസ് ആക്കി ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു ഡിഗ്രിക്കകത്ത് 3 ഡിവിഷൻസ് ഉണ്ട് അല്ലേ? 3 സെക്ഷൻസ് ആയി ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരു ഡിവിഷൻ എത്രയാണെന്ന് നോക്കാം. അപ്പോൾ വി നോ ദാറ്റ് 1 ഡിഗ്രി ഈസ് ഈക്വൽ ടു 60 മിനിറ്റ്സ് അല്ലേ? അപ്പോൾ ഇതിൽ ഒരു ഡിവിഷൻ എന്തായിരിക്കും? 60 ഡിവൈഡ് ബൈ 3 ഈക്വൽ ടു 20 മിനിറ്റ്സ്. അപ്പോൾ അതാണ് ഇതിൽ ഒരു ലൈൻ 20 മിനിറ്റ് ആണെന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ 10 അടുത്തില്ല. ആദ്യത്തെ സ്മോൾ ലൈൻ എന്ന് പറഞ്ഞാൽ 10 ഡിഗ്രി 20 മിനിറ്റ്സ്, 10 ഡിഗ്രി 40 മിനിറ്റ്സ്, പിന്നെ 10 ഡിഗ്രി 60 മിനിറ്റ് എന്ന് പറയുന്നത് 11 ഡിഗ്രീസ്. പിന്നെ അതുപോലെ 11 ഡിഗ്രി 20 മിനിറ്റ്സ്, 11 ഡിഗ്രി 40 മിനിറ്റ്സ്, 12 ഡിഗ്രീസ്, അതുപോലെ പോവും. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിഗ്രീസിലും മിനിറ്റ്സിലും കിട്ടി. ഇനി അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? വെർനിയർ സ്കെയിലിൽ നോക്കണം. ഇതാണ് വെർനിയർ സ്കെയിൽ എന്ന് പറയുന്നത്. വെർനിയർ സ്കെയിലിൽ എന്തിലാണ് കൊടുത്തിരിക്കുന്നത്? ഇറ്റ് ഈസ് മാർക്ക്ഡ് ഇൻ മിനിറ്റ്സ് ആൻഡ് 20 സെക്കൻഡ്സ്. ഓക്കെ, അതായത് വലുതെല്ലാം മിനിറ്റ്സ് ആണ്. ഇത് 0,
1 minute, 2 minute, 3 minute, 4 minute, 5 minute, 10 minutes, 15 minutes അങ്ങനെ പോകും. അപ്പോൾ ഇതിലും ഒരു മിനിറ്റിനകത്ത് 3 ഡിവിഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ രണ്ട് ഗ്രാജുവേഷൻ ഉണ്ട്. അതിനർത്ഥം 3ആയിട്ട് ഡിവൈഡ് ചെയ്തെന്നാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡിവിഷനകത്ത് ഈ മിനിറ്റിനകത്ത് 3 ഡിവിഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ we know that 1 minute equal to 60 seconds. 1 minute equal to 60 seconds. അപ്പോൾ നമുക്ക് എത്ര ഡിവിഷൻസ് ഉണ്ട്? 3 ഡിവിഷൻ ഉണ്ട്. therefore 1 division is equal to 60 seconds divided by 3 equal to 20 seconds. ഓക്കെ, അപ്പോൾ അതിൽ ഒരു സ്മോൾ ഡിവിഷൻ എന്ന് പറയുന്നത് 20 seconds ആണ്. അടുത്തത് 40 സെക്കൻഡ്, പിന്നെ 60 സെക്കൻഡ് എന്ന് പറയുന്നത് 1 മിനിറ്റ്. ഓക്കെ, പിന്നെ 1 മിനിറ്റ് 20 seconds, 1 minute 40 seconds, 1 minute 20 seconds, 1 minute 40 seconds, 2 minutes. അപ്പോൾ അതുപോലെ കണ്ടിന്യൂ ചെയ്ത് പോകും. അപ്പോൾ ഇത് ഏറ്റവും സ്മോളസ്റ്റ് കൗണ്ട് എത്രയാണ്? ഏറ്റവും ലീസ്റ്റ് കൗണ്ട് ഓഫ് ദിസ് വെർനിയർ ഈസ് 20 seconds ആണ്. ഓക്കെ, അപ്പോൾ ഇതിലൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ നമുക്ക് ഈ ഒരു ഇൻഡെക്സ് വെച്ചിട്ടാണ് ആംഗിൾ മെഷർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഇൻഡെക്സ് നമ്മൾ ഒരു സൈറ്റ് ചെയ്തു. നമ്മൾ ആദ്യം ഇൻസ്ട്രുമെൻ്റ് ഒരു സ്ഥലത്ത് വെച്ചിട്ട് അത് എ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് സൈറ്റ് ചെയ്തു. എന്നിട്ട് നമ്മൾ ഹൊറിസോണ്ടൽ ആംഗിൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ബി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് സൈറ്റ്. അപ്പോൾ നമുക്കൊരു ഹൊറിസോണ്ടൽ ആംഗിൾ കിട്ടി. അത് എങ്ങനെയാണെന്ന് ചെയ്യുന്നതെല്ലാം പ്രൊസീജിയർ നമുക്ക് പിന്നെ പറയാം. ഒരു ഹൊറിസോണ്ടൽ ആംഗിൾ കിട്ടിയെന്ന് വിചാരിക്കാം. അപ്പോൾ ആ ആംഗിൾ കാണുന്നത് നമുക്ക് ആ ഒരു ഐസ്ലിറ്റിൽ കൂടെ നമുക്ക് ആ ആംഗിൾ കാണുന്നത് ഇങ്ങനെയാണ്. ഈ ഇൻഡെക്സിന് നേരെ റീഡിങ് കിട്ടും. അപ്പോൾ ആദ്യം ഇൻഡെക്സ് ഇപ്പോൾ എവിടെയാണെന്ന് നോക്കാം. ഇൻഡെക്സ് ഇപ്പോൾ എവിടെയാണ്? മെയിൻ സ്കെയിൽ റീഡിങ് 10 ഡിഗ്രി 20 മിനിറ്റിന് അടുത്തായിട്ടുള്ളത്. 10 ഡിഗ്രി 10 മിനിറ്റ്സിന് എടുക്കാനായിട്ടത്. 10 ഡിഗ്രി 20 മിനിറ്റ്സിന് എടുക്കുകയാണ്. 10 ഡിഗ്രി 20 മിനിറ്റ്സ്. ഇതാണ് മെയിൻ സ്കെയിൽ റീഡിങ്. ഓക്കെ, ആൻഡ് ഇറ്റ് ഷുഡ് ബി ആഡഡ് ടു ദ വെർനിയർ റീഡിങ്. വെർനിയർ റീഡിങ് നോക്കുന്നത് എങ്ങനെയാണ്? ഈ ഒരു ഗ്യാപ്പിനകത്ത് 60 ഡിവിഷൻസ് ഉണ്ട് മൊത്തം. 0 to 20 മിനിറ്റിനകത്ത് 60 ഡിവിഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഒരു സിംഗിൾ ലൈനിൽ വരുന്ന റീഡിങ് എവിടെയാണെന്ന് നോക്കാം. നമ്മൾ മുമ്പ് വെർനിയറിൽ ചെയ്തിട്ടുണ്ട് ഇതേ സംഭവം. അപ്പോൾ അതുപോലെ തന്നെയാണ്. അപ്പോൾ ഇതിൽ ഈ വെർനിയർ സ്കെയിലും മെയിൻ സ്കെയിലുമായിട്ട് ഒരേപോലെ സിംഗിൾ ലൈനായിട്ട് വരുന്നത് എവിടെയാണെന്ന് നോക്കാം. ഇതിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഈ 20 മിനിറ്റിൻ്റെ ഈ ലൈനാണ് ഒരു സിംഗിൾ ലൈൻ പോലെ വരുന്നത്. വെർനിയർ സ്കെയിലും മെയിൻ സ്കെയിലും ഒരു സിംഗിൾ ലൈൻ പോലെ കാണും. അപ്പോൾ അതാണ് നമ്മുടെ വെർനിയർ സ്കെയിൽ റീഡിങ്. വെർനിയർ സ്കെയിൽ റീഡിങ് ഈസ് ഈക്വൽ ടു 20 minutes 0 seconds. ഓക്കെ, 20 minutes 0 seconds. അപ്പോൾ നമ്മൾ ആദ്യം കണ്ടുപിടിച്ച മെയിൻ സ്കെയിൽ റീഡിങ് 10 ഡിഗ്രി 20 minutes ഈസ് ആഡഡ് ടു വെർനിയർ റീഡിങ് എത്രയാണ്? 20 minutes 0 seconds. അപ്പോൾ അത് ആഡ് ചെയ്യുമ്പം നമുക്ക് എന്ത് കിട്ടും? 10 ഡിഗ്രി 40 മിനിറ്റ്സ് എന്ന് കിട്ടും. അപ്പോൾ അതാണ് നമ്മുടെ റീഡിങ് എടുക്കുക. ഇങ്ങനെയാണ് റീഡിങ് എടുക്കൽ. ഓക്കെ, ഓക്കെ, അടുത്തത് ക്ലാസിഫിക്കേഷൻ ഓഫ് തിയോഡലൈറ്റ്. അപ്പോൾ തിയോഡലൈറ്റ് രണ്ട് തരത്തിൽ ക്ലാസിഫൈ ചെയ്യാം. ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ട്രാൻസിറ്റ് തിയോഡലൈറ്റ് ആൻഡ് നോൺ ട്രാൻസിറ്റ് തിയോഡലൈറ്റ്. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ വെർനിയർ തിയോഡലൈറ്റ് ആൻഡ് മൈക്രോമീറ്റർ തിയോഡലൈറ്റ്. ഓക്കെ, അപ്പോൾ ഇതിൽ ട്രാൻസിറ്റ് തിയോഡലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇപ്പോൾ ഇതാണ് നമ്മൾ ഇൻസ്ട്രുമെൻറ്റ് ഇങ്ങനെയാണുള്ളത്. ഓക്കെ, ഏകദേശം കാണിച്ചതാണ്. അപ്പോൾ ഇതിനെന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് വെർട്ടിക്കൽ പ്ലെയിനിൽ, ഇപ്പോൾ ഇതാണ് നമ്മൾ ആദ്യം നോക്കുന്ന സ്ഥലം. ഇതാണ് ഐ പീസ്, ഒബ്ജക്റ്റീവ് അപ്പർ സൈഡ്. അപ്പോൾ
ഇതിന് നമുക്ക് ഈ വെർട്ടിക്കൽ പ്ലെയിനിൽ റിവോൾവ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ ആദ്യം നമ്മുടെ സൈറ്റിങ് ഇങ്ങോട്ടായിരുന്നു, അത് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക്, നമ്മളെ ടെലിസ്കോപ്പ് റൊട്ടേറ്റ് ചെയ്യും ഇൻ ദ വെർട്ടിക്കൽ പ്ലെയിൻ. അപ്പോൾ അതിനാണ് നമ്മൾ ട്രാൻസിറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ഫിഗർ ഉണ്ടോ നോക്കട്ടെ. ഉണ്ടോ? അപ്പോൾ ഇതിൽ ഇങ്ങനെയാണ് ആദ്യം നമ്മുടെ സൈറ്റ് പോകുന്നത്. ഓക്കെ, നമ്മളെവിടെയാണ് നമ്മളെ കണ്ണ്, ഈ സൈഡിൽ, ഇതാണ് ഐ പീസ്. ഇതിന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇറ്റ് ക്യാൻ ബി റൊട്ടേറ്റഡ് ഇൻ ദ വെർട്ടിക്കൽ പ്ലെയിൻ സച്ച് ദാറ്റ് ദ ലൈൻ ഓഫ് സൈറ്റ് ഈസ് ചേഞ്ച്ഡ്. നമ്മൾ ഇത് ഇപ്പുറ സൈഡിലേക്ക് പോകും, ഐ പീസ് അപ്പുറ സൈഡിലേക്ക് പോകും, എന്നിട്ട് നമ്മുടെ സൈറ്റ് പിന്നെ വരുന്നത് ഇങ്ങനെ ആയിരിക്കും. ഓക്കെ, നമ്മൾ ടെലിസ്കോപ്പ് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് തിരിയും. അപ്പം അങ്ങനെ ചെയ്യാൻ പറ്റുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രാൻസിറ്റിംഗ് എന്ന് പറയുന്നത്. ട്രാൻസിറ്റിംഗ് മീൻസ് the telescope in the theodolite can be rotated in the opposite direction. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന തിയോഡലൈറ്റ് ആണെങ്കിൽ അതിന് ട്രാൻസിറ്റ് തിയോഡലൈറ്റ് എന്നും, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റാത്ത തിയോഡലൈറ്റ് ആണെങ്കിൽ അതിന് നോൺ ട്രാൻസിറ്റ് ടൈപ്പ് തിയോഡലൈറ്റ് എന്നും പറയും. ഓക്കെ, രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ വെർനിയർ തിയോഡലൈറ്റ് ആൻഡ് മൈക്രോമീറ്റർ തിയോഡലൈറ്റ്. നമ്മൾ ഗ്രാജുവേഷൻസ് കണ്ടില്ല, അപ്പോൾ ആ ഗ്രാജുവേഷൻസ് നമ്മൾ കണ്ടത് വെർനിയർ ഗ്രാജുവേഷൻസ് ആണ്. അപ്പം വെർനിയർ സ്കെയിലാണ് നമ്മൾ ഗ്രാജുവേഷൻസ് ഇരിക്കുന്നത്. അങ്ങനെയുള്ള വെർനിയർ സ്കെയിലിൽ ഗ്രാജുവേഷൻസ് ഉള്ള ഒരു തിയോഡലൈറ്റ് ആണെങ്കിൽ വെർനിയർ തിയോഡലൈറ്റ് എന്ന് പറയും. അപ്പോൾ അതാണ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത്. വെർനിയർ പോലെ മൈക്രോമീറ്റർ എന്ന് പറഞ്ഞൊരു മെഷറിംഗ് ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്. അപ്പോൾ അതുപോലെ റീഡിങ്സ് ആണ് ഇരിക്കുന്നതെങ്കിൽ അതിനെ മൈക്രോമീറ്റർ തിയോഡലൈറ്റ് എന്ന് പറയും. ഓക്കെ, ഇതിൽ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ട്രാൻസിറ്റ് ടൈപ്പും വെർനിയർ ടൈപ്പുമാണ്. ട്രാൻസിറ്റ്, വെർനിയർ തിയോഡലൈറ്റ്സ് ആർ മോസ്റ്റ് കോമൺലി യൂസ്ഡ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ പറഞ്ഞതിൻ്റെ സംഭവങ്ങളാണ്. എന്താണ് ട്രാൻസിറ്റ് തിയോഡലൈറ്റ്, എന്താണ് നോൺ ട്രാൻസിറ്റ് തിയോഡലൈറ്റ്. ട്രാൻസിറ്റ് തിയോഡലൈറ്റ് എന്താണ്? തിയോഡലൈറ്റ് ഈസ് കോൾഡ് ട്രാൻസിറ്റ് തിയോഡലൈറ്റ് when its telescope can be transited, that is revolved through a complete revolution. അത് ഒന്ന് റിവോൾവ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതിൻ്റെ വെർട്ടിക്കൽ പ്ലെയിനിൽ ഒന്ന് റിവോൾവ് ചെയ്ത് വരുന്നതിനെയാണ്, അങ്ങനെ ചെയ്യാൻ പറ്റുന്നതിനെയാണ് ട്രാൻസിറ്റിംഗ് എന്ന് പറയുന്നത്. about its horizontal axis in the vertical plane. അതിങ്ങനെ റിവോൾവ് ചെയ്യുമ്പോൾ അതിൻ്റെ സെൻറ്ററായിട്ട് കാണുന്നത്, അതിൻ്റെ ഒരു സെൻട്രോയിഡിൽ, അത് നമ്മൾ റിവോൾവ് ചെയ്യുമ്പോൾ ഒരു ആക്സിസ്, സെൻറ്ററിൽ ഒരു ആക്സിസ് കാണിച്ചാൽ അത് ഹൊറിസോണ്ടൽ ആക്സിസ് ആയിരിക്കും. ഓക്കെ, റൊട്ടേറ്റ് ചെയ്യുന്നത് വെർട്ടിക്കൽ പ്ലെയിനിലും ആയിരിക്കും. അതിന് ഫിഗർ ഉണ്ടോ നമുക്ക് മനസ്സിലാവും. ഉണ്ടോ? ഇത് കണ്ടോ? ഇപ്പോൾ റിവോൾവ് ചെയ്യുന്നത് ഇൻ ദ വെർട്ടിക്കൽ പ്ലെയിനിലാണ്, പക്ഷേ അതിൻ്റെ സെൻറ്റർ കാണുന്നത് ഹൊറിസോണ്ടൽ ആക്സിസ് ആയിട്ടാണ് അതിൻ്റെ സെൻറ്റർ കാണുന്നത്. ഓക്കെ, അതാണ് എബൌട്ട് ഹൊറിസോണ്ടൽ ആക്സിസ് എന്ന് പറഞ്ഞത്. റിവോൾവ് ചെയ്താൽ അതിൻ്റെ സെൻറ്റർ ഹൊറിസോണ്ടൽ ആക്സിസ് ആയിരിക്കും, ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഹൊറിസോണ്ടൽ ആക്സിസ് ആയിരിക്കും. അതാണ് ആ പറഞ്ഞ ഡെഫിനിഷൻ്റെ അർത്ഥം. ദാറ്റ് ഈസ് റിവോൾവ്ഡ് ത്രൂ എ കംപ്ലീറ്റ് റെവല്യൂഷൻ എബൌട്ട് ഇറ്റ്സ് ഹൊറിസോണ്ടൽ ആക്സിസ് ഇൻ ദ വെർട്ടിക്കൽ പ്ലെയിൻ. ഓക്കെ, നോൺ ട്രാൻസിറ്റ് ആണെങ്കിൽ കനോട്ട് ബി ട്രാൻസിറ്റഡ്, ഇറ്റ് ഈസ് ഇൻഫീരിയർ ഇൻ യൂട്ടിലിറ്റി. അതുപോലെ നെക്സ്റ്റ് വെർനിയർ തിയോഡലൈറ്റ് ഫോർ റീഡിങ് ദി ഗ്രാജുവേറ്റഡ് സർക്കിൾ. ഇഫ് ദ വെർനിയേഴ്സ് ആർ യൂസ്ഡ്, വെർനിയർ സ്കെയിലാണ് യൂസ് ചെയ്തതെങ്കിൽ ഇറ്റ് ഈസ് നോൺ ആസ് വെർനിയർ തിയോഡലൈറ്റ്. whereas if micrometer is provided to read the graduated circle, it is known as micrometer theodolite. Vernier type theodolites are commonly used. Okay, next is size of the theodolite. നമ്മളൊരു ഇൻസ്ട്രുമെൻറ്റ് മേടിക്കുമ്പോൾ അതിനൊരു സൈസ് ഡെസിഗ്നേറ്റ് ചെയ്യാനുണ്ടാവും. ഓരോ സൈസ്, പല ഡിഫറെൻറ്റ് സൈസിലുള്ള തിയോഡലൈറ്റ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഈ സൈസ് നമ്മൾ എന്തിനു വെച്ചിട്ടാണ് ഈ സൈസ് പറയുന്നത്? ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ തിയോഡലൈറ്റിൻ്റെ സൈസ് ഈസ് ഡെസിഗ്നേറ്റഡ് ബൈ ദ diameter of lower circular plate. ഒരു അപ്പർ സർക്കുലർ പ്ലേറ്റും ഒരു ലോവർ സർക്കുലർ പ്ലേറ്റും ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ ലോവർ സർക്കുലർ പ്ലേറ്റിലാണ് ഗ്രാജുവേഷൻസ് ഉള്ളത് എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ആ അതൊരു സർക്കുലർ ഷേപ്പിലാണ് നമ്മുടെ ആ സർക്കിൾ ലോവർ പ്ലേറ്റ് ഇരിക്കുന്നത്. അപ്പോൾ അതിനൊരു ഡയമീറ്റർ ഉണ്ടാകും. ആ ഡയമീറ്റർ വെച്ചിട്ടാണ് നമ്മളൊരു തിയോഡലൈറ്റിൻ്റെ സൈസ് പറയുന്നത്. ഓക്കെ, designated by the diameter of graduated circle on lower plate. കോമൺലി യൂസ് ചെയ്യുന്ന സൈസ് 8 സെൻറ്റിമീറ്റർ തൊട്ടിട്ട് 12 സെൻറ്റിമീറ്റർ ഡയമീറ്റർ വരുന്ന ആ ഇൻസ്ട്രുമെൻ്റാണ് യൂസ് ചെയ്യുന്നത്.
കുറച്ചും കൂടെ ഹയർ ട്രയാങ്കുലേഷൻ വർക്ക് വലിയ ഏരിയാസ് എല്ലാം ചെയ്യുന്ന സമയത്ത് നമ്മൾ 14 സെൻറ്റിമീറ്റർ ടു 25 സെൻറ്റിമീറ്റർ വരുന്ന ഇൻസ്ട്രുമെൻറ്റ് യൂസ് ചെയ്യും. ഓക്കെ, അതുപോലെ വലിയ സൈസ് ചെയ്യുന്ന സമയത്ത് വലിയ സൈസിലുള്ള തിയോഡലൈറ്റ് യൂസ് ചെയ്യുമ്പോൾ ഗ്രേറ്റർ അക്യുറസി അച്ചീവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്തത് ഡിസ്ക്രിപ്ഷൻ ഓഫ് ട്രാൻസിറ്റ് വെർനിയർ തിയോഡലൈറ്റ്. അതിൻ്റെ ഓരോ പാർട്സ് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ലെവലിംഗ് ഹെഡ്, ലോവർ സർക്കുലർ പ്ലേറ്റ്, അപ്പർ സർക്കുലർ പ്ലേറ്റ്, ടെലിസ്കോപ്പ്, വെർനിയർ സ്കെയിൽ, ടി ഫ്രെയിം, പ്ലം ബോബ്, ട്രൈപോഡ് സ്റ്റാൻഡ്. ഓക്കെ, ടി ഫ്രെയിം നമ്മൾ നേരത്തെ എ ഫ്രെയിം എന്ന് പറഞ്ഞു, അതിന് നമ്മൾ ചിലപ്പോൾ ടി ഫ്രെയിം, എ ഫ്രെയിം എന്നെല്ലാം പറയും. ഓക്കെ, പ്ലം ബോബ് എന്തിനാണ്? സെൻറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇൻസ്ട്രുമെൻ്റ് സെൻറ്റർ നമ്മൾ ഗ്രൗണ്ടിൽ ഏത് പോയിന്റിലാണോ ചെയ്യുന്നത് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ ഇൻസ്ട്രുമെൻറ്റ് അതേ പോയിന്റിലാണെന്ന് സെൻറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റാണ് പ്ലം ബോബ്. അതുപോലെ നമ്മളുടെ തിയോഡലൈറ്റ് ഒരു ട്രൈപോഡിൻ്റെ മുകളിലായിരിക്കും സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇമ്പോർട്ടൻറ്റ് ടേംസ് യൂസ്ഡ് ഇൻ മാനിപ്പുലേറ്റിംഗ് എ ട്രാൻസിറ്റ് വെർനിയർ തിയോഡലൈറ്റ്. നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന കുറച്ച് ടേംസ്. സെൻറ്ററിങ് നമുക്ക് ഓൾറെഡി അറിയാം എന്താണ്. സെൻറ്ററിങ് മീൻസ് സെറ്റിംഗ് ദ തിയോഡലൈറ്റ് എക്സാക്ട്ലി ഓവർ ആൻ ഇൻസ്ട്രുമെൻറ്റ് സ്റ്റേഷൻ. നമ്മൾ ഗ്രൗണ്ടിലൊരു ഇൻസ്ട്രുമെൻറ്റ് സ്റ്റേഷൻ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് തൊട്ട് മുകളിലാണ് നമ്മൾ ഇൻസ്ട്രുമെൻറ്റ് ഉള്ളതെന്ന് പറയുന്നതിനാണ് നമ്മൾ സെൻറ്ററിങ് എന്ന് പറയുന്നത്. സോ ദാറ്റ് ഇറ്റ്സ് വെർട്ടിക്കൽ ആക്സിസ് ലൈസ് ഇമ്മീഡിയറ്റ്ലി എബവ് ദ സ്റ്റേഷൻ മാർക്ക്. ഇൻസ്ട്രുമെൻറ്റിൻ്റെ വെർട്ടിക്കൽ ആക്സിസ് സ്റ്റേഷൻ മാർക്കിന് നേരെ മുകളിലാണെന്ന് ഉറപ്പിക്കുന്നതിനാണ് സെൻറ്ററിങ് എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ബി ഡൺ ബൈ മീൻസ് ഓഫ് എ പ്ലം ബോബ്. പ്ലം ബോബ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻസ്ട്രുമെൻ്റ് എങ്കിൽ ഇൻസ്ട്രുമെൻ്റ് താഴെയായിട്ട് ഒരു സ്ട്രിങ്ങിൽ ഒരു മെറ്റൽ വെയിറ്റ് ആണ്, ചെറിയ ഈ ഷേപ്പിലുണ്ടാവും, ഒരു കോണിക്കൽ ഷേപ്പിലുണ്ടാകുന്ന ഒരു മെറ്റൽ വെയിറ്റ് ആണ്. അപ്പോൾ അത് നമ്മൾ താഴേക്ക് ഇറക്കും. എന്നിട്ട് ഗ്രൗണ്ടിൽ നമ്മളെ പോയിൻ്റ് എവിടെയാണോ ആ പോയിൻ്റ് മുകളിൽ തന്നെയാണോ ഇൻസ്ട്രുമെൻ്റ് എന്ന് ചെക്ക് ചെയ്യും. താഴേക്ക് ഇറക്കി. ഓക്കെ, സ്മോൾ ഹുക്ക് എന്താണ്? ഇറ്റ് ക്യാൻ ബി ഡൺ ബൈ മീൻസ് ഓഫ് എ പ്ലം ബോബ് സസ്പെൻഡഡ് ഫ്രം എ സ്മോൾ ഹുക്ക് attached to the vertical axis of theodolite. Okay, the center shifting arrangement is if provided with the instrument helps in easy and rapid performance of centering. Okay, അടുത്തത് നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത് ട്രാൻസിറ്റിംഗ് നമ്മൾ മുമ്പ് പറഞ്ഞു. ട്രാൻസിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇൻസ്ട്രുമെൻറ്റ് the telescope of the instrument can be revolved in the vertical plane about its horizontal axis അല്ലേ. അപ്പോൾ ഇതിന് ആ ട്രാൻസിറ്റിംഗ് നമ്മൾ പറയുന്ന മറ്റ് വേർഡ്സ് ആണ് പ്ലഞ്ചിങ് ഓർ റിവേഴ്സിങ് ഓഫ് ടെലിസ്കോപ്പ്. അതായത് ടെലിസ്കോപ്പ് നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് റിവേഴ്സ് ചെയ്ത് വെക്കുന്നതിന് നമ്മൾ ട്രാൻസിറ്റിംഗ് എന്ന് പറയുന്നത്. പ്ലഞ്ചിങ് എന്ന് പറഞ്ഞാലും ട്രാൻസിറ്റിംഗ് തന്നെയാണ്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ടേണിംഗ് ദ ടെലിസ്കോപ്പ് അബൌട്ട് ഇറ്റ്സ് ഹൊറിസോണ്ടൽ ആക്സിസ് ത്രൂ 180 degree in the vertical plane, thus bringing it upside down and making it to point exactly in the opposite direction. ഒരു 180 degree തിരിഞ്ഞിട്ട് ടെലിസ്കോപ്പ് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് സൈറ്റ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് അടുത്തൊരു ടേം സ്വിങ്ങിങ് ഓഫ് ടെലിസ്കോപ്പ്. സ്വിങ്ങിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ് മീൻസ് ദ ടേണിംഗ് ദ ടെലിസ്കോപ്പ് അബൌട്ട് ഇറ്റ്സ് വെർട്ടിക്കൽ ആക്സിസ് ഇൻ ദ ഹൊറിസോണ്ടൽ പ്ലെയിൻ. ഹൊറിസോണ്ടൽ പ്ലെയിനിൽ നമ്മൾ ഇൻസ്ട്രുമെൻറ്റിനെ റൊട്ടേറ്റ് ചെയ്യുന്നതിനാണ് സ്വിങ്ങിങ് എന്ന് പറയുന്നത്. ഹൊറിസോണ്ടൽ ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യുന്നതിന്, അതായത് നേരത്തെ കണ്ട ഫിഗർ എടുക്കാം, ഇത് മനസ്സിലാവില്ല. അപ്പോൾ ഇത് കണ്ടോ? അപ്പോൾ ഇതിൽ നമുക്ക് ഇൻസ്ട്രുമെൻ്റ് ഇതിൻ്റെ ടെലിസ്കോപ്പും സർക്കിളും കാണുന്നുണ്ട്, വെർട്ടിക്കൽ സർക്കിളും കാണുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഈ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഇൻ ദ ഹൊറിസോണ്ടൽ പ്ലെയിൻ ക്ലോക്ക് വൈസോ ആൻറ്റി ക്ലോക്ക് വൈസോ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ക്ലോക്ക് വൈസോ ആൻറ്റി ക്ലോക്ക് വൈസോ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിപ്പോൾ ഒരു ക്ലോക്ക് വൈസ്, അതായത് ഈ ഒരു സൈഡിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഇങ്ങനെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിപ്പോൾ ആദ്യം നമ്മുടെ ലെഫ്റ്റ് സൈഡിലാണ് വെർട്ടിക്കൽ സർക്കിൾ ഇരിക്കുന്നത്, ലെഫ്റ്റ് സൈഡിൽ. അപ്പോൾ ഇങ്ങനെ ലെഫ്റ്റ് സൈഡിലാണ് ഇൻസ്ട്രുമെൻ്റ് ഇരിക്കുന്നത്, ഈ സർക്കിൾ ഇരിക്കുന്നതെങ്കിൽ നമ്മളതിനെ ഫേസ് ലെഫ്റ്റ് ഒബ്സർവേഷൻ എന്ന് പറയും. ഓക്കെ, അപ്പോൾ അതിനെ നമ്മൾ സ്വിങ് ചെയ്താൽ ഈ സർക്കിൾ ഇപ്പുറ സൈഡിലിരിക്കും. അപ്പോൾ ലെഫ്റ്റിലുണ്ടായിരുന്ന വെർട്ടിക്കൽ സർക്കിൾ റൈറ്റ് സൈഡിലേക്ക് വരും. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? സ്വിങ്ങിങ് എന്ന് പറയുന്നത്. ഇതിൽ റൊട്ടേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇൻ ദ ഹൊറിസോണ്ടൽ പ്ലെയിൻ
in the horizontal plane about the vertical axis. ഈ വെർട്ടിക്കൽ ആക്സിസിന് ഇതിന് സെൻറ്റർ വരച്ചാൽ അത് വെർട്ടിക്കൽ ആക്സിസ് ആയിരിക്കും. ആ വെർട്ടിക്കൽ ആക്സിസിന് ചുറ്റുമാണ് സർക്കിളായിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കിത് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനാണ് എന്ത് പറയുന്നത്, സ്വിങ്ങിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ സ്വിങ്ങിങ് ചെയ്താൽ നമ്മുടെ വെർട്ടിക്കൽ സർക്കിൾ ലെഫ്റ്റിലാണുള്ളതെങ്കിൽ റൈറ്റിലേക്ക് പോകും, അതുപോലെ റൈറ്റിലാണുള്ളതെങ്കിൽ റൊട്ടേറ്റ് ചെയ്തിട്ട് ലെഫ്റ്റിലേക്ക് പോകും. ഓക്കെ, the swing is called right or left according as the telescope is rotated clockwise or counterclockwise. ഇപ്പോൾ ലെഫ്റ്റിലുള്ള വെർട്ടിക്കൽ സർക്കിൾ നമ്മൾ ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് റൈറ്റിലേക്ക് പോകും. ഓക്കെ, അതുപോലെ അത് ഒരു റൈറ്റ് സ്വിങ്ങിങ് ആണ്. അതുപോലെ അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ അത് നമ്മൾ കൗണ്ടർ ക്ലോക്ക് വൈസ് സ്വിങ്ങിങ് എന്ന് പറയും, അല്ലെങ്കിൽ ലെഫ്റ്റ് സ്വിങ്ങിങ് എന്ന് പറയും. ഓക്കെ, അതാണ് സ്വിങ്ങിങ്. നെക്സ്റ്റ് ഫേസ് ലെഫ്റ്റ്. ഫേസ് ലെഫ്റ്റ് എന്ന് പറഞ്ഞ ടേം എന്താണ്? ഇഫ് ദ വെർട്ടിക്കൽ സർക്കിൾ ഓഫ് ദി ഇൻസ്ട്രുമെൻറ്റ് ഈസ് ഓൺ ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ദി ഒബ്സർവർ while taking a reading, the position is called face left. Okay, and the observation taken on the horizontal or vertical circle in this position is known as face left observations. മുമ്പ് നേരത്തെ പറഞ്ഞാണ് ഫേസ് റൈറ്റ് എന്നുള്ളത് അത് നേരെ ഓപ്പോസിറ്റ്. റൈറ്റ് സൈഡിലാണ് വെർട്ടിക്കൽ സർക്കിൾ ഇരിക്കുന്നതെങ്കിൽ ഫേസ് റൈറ്റ് റീഡിങ്സ് എന്ന് പറയും. അതിലെടുക്കുന്ന പൊസിഷനെ ഫേസ് ലെഫ്റ്റ് എന്ന് പറയും. റീഡിങ്സിന് ഫേസ് റൈറ്റ് ഒബ്സർവേഷൻസ് എന്ന് പറയും. ചേഞ്ചിങ് ഫേസ്, അത് നമ്മളൊരു ഇൻസ്ട്രുമെൻ്റ് ഒരു തിയോഡലൈറ്റിലൊരു സർവേ വർക്ക് ചെയ്യുന്ന സമയത്ത് ഫേസ് ലെഫ്റ്റ് വെച്ചിട്ടും റീഡിങ്സ് എടുക്കണം, അതുപോലെ ഫേസ് റൈറ്റ് എടുത്തിട്ടും റീഡിങ്സ് എടുക്കണം. എന്നിട്ട് രണ്ടിനും വാല്യൂസ് ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. അങ്ങനെ കണ്ടുപിടിച്ചിട്ട് അത് ആവറേജ് ചെയ്യും. ആവറേജ് ചെയ്യുമ്പോൾ നമുക്കത് അക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇൻസ്ട്രുമെൻ്റൽ ഇറർ ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ആണ് അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, ചേഞ്ചിങ് ഫേസ്. എന്താണ് ചേഞ്ചിങ് ഫേസ്? ഇറ്റ് ഈസ് ദ ഓപ്പറേഷൻ ഓഫ് ബ്രിങ്ങിങ് ദ വെർട്ടിക്കൽ സർക്കിൾ ടു ദ റൈറ്റ് ഓഫ് ദി ഒബ്സർവർ ഇഫ് ഇറ്റ് ഈസ് ടു ദ ലെഫ്റ്റ് ആൻഡ് വൈസ് വേഴ്സ. ലെഫ്റ്റിലായിരുന്നെങ്കിൽ അതിനെ റൈറ്റിലേക്ക് കൊണ്ടുവന്നിട്ട് റീഡിങ്സ് എടുക്കുന്നതിനാണ് ചേഞ്ചിങ് ഫേസ് എന്ന് പറയുന്നത്. It is done in 2 steps. Firstly, revolve the telescope through 180 degrees in a vertical plane and then rotate it through 180 degree in the horizontal plane. ഓക്കെ, അതായത് ആദ്യം ഒന്ന് ട്രാൻസിറ്റ് ചെയ്യും. ആദ്യം വെർട്ടിക്കൽ പ്ലെയിനിൽ നിന്ന് റൊട്ടേറ്റ് ചെയ്ത് ട്രാൻസിറ്റ് ചെയ്യും. അങ്ങനെ ചെയ്തതിന് ശേഷം നമ്മളതിനെ സ്വിങ് ചെയ്തിട്ട് ഹൊറിസോണ്ടൽ പ്ലെയിനിൽ റൊട്ടേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഫേസ് റൈറ്റിലേക്ക് മാറ്റും. ലൈൻ ഓഫ് കോർഡിനേഷൻ, ഇതും നമുക്കറിയാം. ഇറ്റ് ഈസ് എൻ ഇമാജിനറി ലൈൻ പാസിംഗ് ത്രൂ ദ intersection of crosshairs of the diaphragm to the optical center of the object glass. Crosshairs of the diagrams, അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഐ പീസിൻ്റെ സെൻറ്ററിൽ കൂടെ പാസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇൻ്റർസെക്ഷൻ ഓഫ് ക്രോസ്ഹെയർസ് ഓഫ് ഡയഫ്രം. ക്രോസ്ഹെയർസ് ഓഫ് ഡയഫ്രം എന്ന് പറയുന്നത് ആ സെൻറ്റർ ഓഫ് ഐ പീസിൽ കൂടെയാണ് പാസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഒരു ലൈൻ ഓഫ് കോർഡിനേഷൻ എന്ന് പറയുന്നത്. Axis of telescope, it is also known as imaginary line joining the optical center of object glass to the center of eyepiece. ഇതിനെ ആക്സിസ് ഓഫ് ടെലിസ്കോപ്പ്. സെൻറ്റർ ഓഫ് ഐ പീസിൽ നിന്ന് ഒബ്ജക്ട് ഗ്ലാസിൻ്റെ സെൻറ്ററിലേക്ക് പോകുന്നതിന് ആക്സിസ് ഓഫ് ടെലിസ്കോപ്പ് എന്നും, അതുപോലെ ഡയഫ്രത്തിൻ്റെ ക്രോസ് ഹെയറിൻ്റെ സെൻറ്ററിൽ നിന്ന് ഒപ്റ്റിക്കൽ സെൻറ്റർ ഓഫ് ഒബ്ജക്ട് ഗ്ലാസിലൂടെ പാസ് ചെയ്യുന്നതിന് ലൈൻ ഓഫ് കോർഡിനേഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞതിന് ചെറിയ മാറ്റമാണത്. ഓക്കെ, അപ്പോൾ ആക്സിസ് ഓഫ് ടെലിസ്കോപ്പ് എന്ന് പറഞ്ഞാലാണ് ഐ പീസിൽ നിന്ന് ഒബ്ജക്ട് ഗ്ലാസിൻ്റെ സെൻറ്ററിലേക്ക് പാസ് ചെയ്യുന്നത്. അതേസമയം ഡയഫ്രം, അതായത് നമ്മൾ നോക്കുന്ന സമയത്ത്, നമ്മൾ ഐ പീസിലൂടെ നോക്കുന്ന സമയത്ത് നമുക്കിങ്ങനെ കാണാം. ഇതാണ് നമ്മൾ നോക്കുന്ന സൈറ്റ് എങ്കിൽ ഇങ്ങനെ കാണാൻ പറ്റും. ഇത് നമ്മൾ ക്രോസ് ഹെയർസ് എന്നാണ് പറയുന്നത്. ഈ ക്രോസ് ഹെയർസ് ഈ ഇൻസ്ട്രുമെൻ്റ് അകത്ത് ഡയഫ്രം എന്ന് പറഞ്ഞൊരു ഭാഗത്താണ് ഈ ക്രോസ് ഹെയർസ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഒപ്റ്റിക്കൽ ലെൻസിൻ്റെ സെൻറ്ററോയിഡിലൂടെ പാസ് ചെയ്യുന്നതിന് ലൈൻ ഓഫ് സൈറ്റ്.
ഓക്കെ, നമ്മൾ ഫസ്റ്റ് പറഞ്ഞാൽ മാറ്റാണത്, ഇത് ഇങ്ങനെ തന്നെ പഠിക്കാം. അതുപോലെ ആക്സിസ് ഓഫ് ടെലിസ്കോപ്പ് എന്താണ് നമ്മൾ പറഞ്ഞു. പിന്നെ ആക്സിസ് ഓഫ് ലെവൽ ട്യൂബ്, ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ദ ബബിൾ ലൈൻ. It is a straight line tangential to the longitudinal curve of the level tube at the center of the tube, and it is horizontal when the bubble is in the center. അതായത് നമുക്ക് ബബിൾ ട്യൂബിൻ്റെ ഒരു ആക്സിസ് ആണ് ഈ പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ ടാൻജൻഷ്യൽ ടു ദ ലോഞ്ചിറ്റ്യൂഡിനൽ കർവ് ഓഫ് ദി ലെവൽ ട്യൂബ്. ലെവൽ ട്യൂബിനൊരു അതിൻ്റെ നീളത്തിൽ, ലോഞ്ചിറ്റ്യൂഡ് എന്ന് വെച്ചാൽ അതിന് ലെങ്ത് വൈസ് ഒരു കർവ് ഉണ്ടെങ്കിൽ ആ കർവിന് ടാൻജൻഷ്യലായിട്ട് നമ്മളൊരു ലൈൻ വരച്ചാൽ ആ ലൈനാണ് ബബിൾ ലൈൻ അല്ലെങ്കിൽ ആക്സിസ് ഓഫ് ലെവൽ ട്യൂബ് എന്ന് പറയുന്നത്. എ സ്ട്രെയിറ്റ് ലൈൻ ടാൻജൻഷ്യൽ ടു ദ ലോഞ്ചിറ്റ്യൂഡിനൽ കർവ് ഓഫ് ദി ലെവൽ ട്യൂബ് അറ്റ് ദ സെൻറ്റർ ഓഫ് ദ ട്യൂബ്. ട്യൂബിൻ്റെ സെൻറ്ററിൽ നമ്മൾ ലെവൽ ട്യൂബ് പറഞ്ഞ സാധനമുണ്ട്. നമ്മൾ ഇൻസ്ട്രുമെൻറ്റിൽ ലെവൽ ട്യൂബ് ഉണ്ട്. ആ ലെവൽ ട്യൂബിൽ അതിൻ്റെ സെൻറ്ററിലോട്ട് പാസ് ചെയ്യുന്ന ലൈൻ, ആൻഡ് ഇറ്റ് ഷുഡ് ബി ടാൻജൻഷ്യൽ ടു ദ ലോഞ്ചിറ്റ്യൂഡിനൽ കർവ് ഓഫ് ദ ലെവൽ ട്യൂബ്. അതായത് ലെവൽ ട്യൂബിന് ഇപ്പോൾ ഒരു കർവ് ഉണ്ടെങ്കിൽ ആ കർവിന് ടാൻജൻഷ്യലായിട്ട് നമ്മളൊരു ലൈൻ വരച്ചാൽ ആ ലൈനെയാണ് നമ്മളെന്ത് പറയുന്നത്, ആക്സിസ് ഓഫ് ലെവൽ ട്യൂബ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വെർട്ടിക്കൽ ആക്സിസ്, നമ്മൾ മുമ്പ് ആ ഫിഗർ വെച്ച് പറഞ്ഞതാണ്. വെർട്ടിക്കൽ ആക്സിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈൻ ഓഫ് കോളിമേഷന് അല്ലെങ്കിൽ ടെലിസ്കോപ്പ് ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന ആക്സിസിനെയാണ് വെർട്ടിക്കൽ ആക്സിസ് എന്ന് പറയുന്നത്. ഹൊറിസോണ്ടൽ ആക്സിസ് എന്ന് പറയുന്നതും ഈ ടെലിസ്കോപ്പ് ആക്സിസിന് അല്ലെങ്കിൽ എന്താണ് ആക്സിസ് ഓഫ് ടെലിസ്കോപ്പ് ഓർ ലൈൻ ഓഫ് കോളിമേഷൻ അതിന് പെർപെൻഡിക്കുലർ വിത്തിൻ ദ പ്ലെയിൻ, ആ പ്ലെയിനിൽ തന്നെ പെർപെൻഡിക്കുലറായി വരുന്നതിന് ഹൊറിസോണ്ടൽ ആക്സിസ് എന്ന് പറയും. ഹൊറിസോണ്ടൽ ആക്സിസിന് ട്രെണിയൻ ആക്സിസ് എന്നും പറയും. ഓക്കെ, അപ്പോൾ ഇനി ഇതിൻ്റെ പെർമനൻറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആൻഡ് ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ്സ് ലെവലിംഗിൽ പഠിച്ചതുപോലെ തന്നെയാണ്. പെർമനൻറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സിൽ എന്താ വരുന്നത്, പെർമനൻറ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫണ്ടമെൻ്റൽ ലൈൻസ് ഓഫ് ദ തിയോഡലൈറ്റ്, ആൻഡ് വൺസ് ഇറ്റ് ഈസ് മെയ്ഡ് ദേ വിൽ ലാസ്റ്റ് ഫോർ എ ലോങ് ടൈം. അതുകൊണ്ടാണ് അതിന് പെർമനൻറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ ദ അക്യുറസി ഓഫ് ഒബ്സർവേഷൻസ്. ഓക്കെ, നമ്മളിപ്പോൾ പറഞ്ഞ ഈ പെർപെൻഡിക്കുലർ റിലേഷൻസ് എല്ലാം പറഞ്ഞല്ലോ. അപ്പോൾ അതെല്ലാം ഫസ്റ്റ് സെറ്റ് ചെയ്യണം. ബബിളെല്ലാം ലെവൽ ചെയ്ത് കഴിഞ്ഞാൽ അത് എന്താവും, റിലേഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ആവും. ഇപ്പോൾ പെർമനൻറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സിൽ എന്തെല്ലാം വരുന്നത്, അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് ദി ഹൊറിസോണ്ടൽ പ്ലേറ്റ് ലെവൽസ്. പ്ലേറ്റിൻ്റെ മുകളിൽ 2 ലെവൽസ് ഉണ്ടാവും. ഒന്ന് ഈ പ്ലേറ്റ് അപ്പർ പ്ലേറ്റിൻ്റെ മുകളിലൊരു ബബിൾ ട്യൂബ് ലെവൽ ഉണ്ടാവും. അതുപോലെ നമ്മുടെ ടെലിസ്കോപ്പിന് സൈഡിലായിട്ടും ഒരു ലെവൽ ട്യൂബ് ഉണ്ടാവും. അതിന് ആൾട്ടിറ്റ്യൂഡ് ലെവൽ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ 2 ലെവലും നമ്മൾ എന്ത് ചെയ്യുക, ബബിൾ ട്യൂബ് സെൻറ്ററിലേക്ക് ആക്കി മാറ്റണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് ഹൊറിസോണ്ടൽ പ്ലേറ്റ് ലെവൽസ്. ദി ആക്സിസ് ഓഫ് ദി പ്ലേറ്റ് ലെവൽസ് മസ്റ്റ് ബി പെർപെൻഡിക്കുലർ ടു ദ വെർട്ടിക്കൽ ആക്സിസ്. ഹൊറിസോണ്ടൽ പ്ലേറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്താൽ നമുക്കത് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് കോളിമേഷൻ അഡ്ജസ്റ്റ്മെൻറ്റ്, ലൈൻ ഓഫ് സൈറ്റ്. കോളിമേഷൻ അഡ്ജസ്റ്റ്മെൻറ്റ് എങ്ങനെയാണ്, നമ്മൾ സൈറ്റ് ചെയ്യും അല്ലേ. The line of collimation should coincide with the axis of telescope and the axis of the objective slide and the line of collimation should coincide with the axis of telescope and the axis of objective slide. നമ്മൾ ആ സൈറ്റ് ചെയ്യുന്നുണ്ടല്ലോ, നമ്മൾ ദൂരത്തേക്ക് ഒരു പോയിന്റിലേക്ക് സൈറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും, വിഷൻ ക്ലിയർ ആയി വരുന്നുണ്ടോ എന്ന് നോക്കും. ആൻഡ് it should be at right angles to the horizontal axis. ലെവൽ ചെയ്യുമ്പോൾ അങ്ങനെ വരും. നെക്സ്റ്റ് ഹൊറിസോണ്ടൽ ആക്സിസ് അഡ്ജസ്റ്റ്മെൻറ്റ്. The horizontal axis must be perpendicular to the vertical axis. Next permanent adjustment of telescope level or the altitude level, plate levels. നമ്മൾ ടെലിസ്കോപ്പിന് അടുത്തൊരു ലെവൽ ഉണ്ടെന്ന് പറഞ്ഞു, which is known as altitude level. And it should be leveled. നമ്മൾ ബബിൾ സെൻറ്ററിലേക്ക് ആക്കി മാറ്റിയാൽ നമുക്ക് എന്ത് കിട്ടും, the axis of telescope levels or the altitude level must be parallel to the line of collimation. നമ്മളത് ലെവലാക്കി മാറ്റിയാൽ, ലെവലാക്കി ബബിൾ സെൻറ്ററിലേക്ക് ആക്കിയാൽ നമുക്ക് പറയാൻ പറ്റും the axis of the telescope, axis of the altitude level is
parallel to the line of collimation. Next, the vertical circle index adjustment. Vertical circle റീഡിങ്സ് ഉണ്ട്, ഗ്രാജുവേഷൻസ് ഉണ്ട്. അപ്പോൾ അതിലും നമ്മൾ നേരത്തെ കണ്ട പോലെ ഒരു സ്ലിറ്റ് ഉണ്ടാവും, നമുക്ക് നോക്കാൻ പറ്റുന്നൊരു സ്ഥലം ഉണ്ടാവും, ആ ഗ്യാപ്പ്. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഇൻസ്ട്രുമെൻറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ റീഡിങ് 0ലേക്ക് ആക്കി മാറ്റണം, 0 റീഡിങ് ആക്കി മാറ്റണം. The vertical circle vernier must read 0 when the line of collimation is horizontal. Line of collimation horizontal ആയിരിക്കുന്ന സമയത്ത് നമ്മളിത് ലെവൽ ചെയ്ത് എല്ലാം പെർപെൻഡിക്കുലർ ആക്കി മാറ്റിയതിന് ശേഷം എന്ത് ചെയ്യണം, നമ്മളിതിൻ്റെ റീഡിങ് 0 ആക്കി സെറ്റ് ചെയ്യണം. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് റീഡിങ് ലൈൻ ഓഫ് കോളിമേഷൻ ഹൊറിസോണ്ടൽ ആയിരിക്കുന്ന സമയത്ത് അതിൻ്റെ വെർട്ടിക്കൽ ആംഗിൾ 0 ആയിരിക്കും. നെക്സ്റ്റ് കൺവെർജ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഓൾറെഡി അറിയുന്നതാണ്, സെൻറ്ററിങ്, ലെവലിങ്, ഫോക്കസിങ്. അടുത്ത ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് മെഷറിങ് ഹൊറിസോണ്ടൽ ആംഗിൾസ് ആണ്. അതിനുശേഷം ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് ഫൈൻഡിങ് വെർട്ടിക്കൽ ആംഗിൾസും വരും. ഓക്കെ, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.